ഇതിൻ്റെ പ്രസിഡൻറ്റിൻ്റെയും സെക്രട്ടറിയുടെയും ഡയറക്ടറുടെയും ജാഥ മാനേജറുടെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ജാഥയെ ഹൃദയംഗമമായി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ആദരണീയനായ KPA മജീദ് സാഹിബ് ഉദ്ഘാടനം ചെയ്യേണ്ടതാണ്. അദ്ദേഹം നിർബന്ധപൂർവം പറഞ്ഞതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അദ്ദേഹം നമ്മുടെ പിറകിലുണ്ട്. രണ്ടത്താണി സാഹിബ് നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു. ലത്തീഫ് ക പിറകിലുണ്ട്. ഇന്നലെ നിങ്ങളുടെ കൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ജാഥയിൽ നടന്നിരുന്ന പ്രിയപ്പെട്ട നമ്മളുടെ അനുജൻ അമ്മാർ വാഫി, നിങ്ങൾക്കൊക്കെ അറിയാം, ഇന്ന് ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെടുകയുണ്ടായി. അല്ലാഹു ആ ചെറുപ്പക്കാരന് മഅ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ പരലോക ജീവിതം സുഖപ്രദമാക്കി കൊടുക്കുമാറാവട്ടെ. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ലോകരാഷ്ട്രീയത്തിൻ്റെ തന്നെ ഏറ്റവും അനിവാര്യമായ രാഷ്ട്രീയ പ്രശ്നങ്ങളെ ചർച്ച ചെയ്തുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാനം മുഴുക്കെ ഇത്തരത്തിലുള്ള ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന് അവരുമായി സംവദിച്ചുകൊണ്ട് ഈ ജാഥ നടത്തുന്നത്. ലോകത്ത് വലിയ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോഴും ഗാസയിലെ കണ്ണുനീര് അടങ്ങിയിട്ടില്ല. കോടാനുകോടിയുടെ മില്യൺ ഡോളറുകളുടെ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഇസ്രായേലിൻ്റെ GDP അപകടകരമാം വിധത്തിൽ തകർന്നുകൊണ്ടിരിക്കുമ്പോഴും ലോകരാഷ്ട്രങ്ങളിലെ അപകടകാരികളുടെ പിന്തുണയോടുകൂടെ ഇപ്പോഴും നിരപരാധികളെ കൊന്നുതള്ളുകയാണ് ഇസ്രായേൽ ഗസയിൽ. ഒരു ഭാഗത്ത് ഇസ്രായേലിന്റെ അതിശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴും അതിലേറെ വലിയ ഒരു ജനകീയ പ്രതിരോധം ലോകത്ത് രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുന്നത്, ഒരിക്കലും ഗസയെ മറക്കാതെ ഈ വേദനയെ ഒരു നെരിപ്പോട് പോലെ ഹൃദയാന്തരാളങ്ങളിൽ സൂക്ഷിക്കുവാൻ നിങ്ങൾക്ക്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക്, കഴിയണമെന്നാണ്. കാരണം ഒരു യുദ്ധം കൊണ്ട് അവസാനിക്കുന്ന പ്രശ്നമല്ല ഇത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്റ്റാർബക്സിന്റെ ഷെയർ ഇടിഞ്ഞത്, നഷ്ടങ്ങൾ തകർന്നത് അതിഭീകരമാണ്. സ്റ്റാർബക്സ് ഒരുപക്ഷെ ഇസ്രായേലിന്റെ പ്രോഡക്റ്റ് ആണ്. സ്റ്റാർബക്സ് മാത്രമല്ല, ഇസ്രായേലിന്റെ പ്രോഡക്റ്റുകളെ തിരഞ്ഞു പിടിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു പീപ്പിൾസ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയും. ഗാന്ധിജി നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ, സമരത്തിന്റെ ഒരു ഭാഗം കൂടിയാണത്. രക്തം കൊണ്ടല്ല, അതിനുമപ്പുറത്ത് രാഷ്ട്രങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഇച്ഛാശക്തികളുണ്ട്. ഇന്നലെ നിങ്ങൾക്കറിയാം, ഇസ്രായേലിൻ്റെതല്ല സാറ എന്ന് പറയുന്നത്. സാറ പ്രോഡക്റ്റ് ഇസ്രായേൽ അല്ല, സ്പെയിനാണ് എന്നാണ് എൻ്റെ വിചാരം. പക്ഷെ അവരുടെ ഒരു പരസ്യം ഇസ്രായേലുമായി ബന്ധപ്പെട്ട തരത്തിൽ അപകടകരമായത് കൊണ്ട് ലോകത്ത് മുഴുവൻ വലിയ പ്രചാരണങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി. ഇന്നലെ സാറയുടെ പ്രതിനിധികൾ പരസ്യമായി ഖേദം പ്രകടിപ്പിക്കുകയും ഞങ്ങളതിൽ ഖേദിക്കുന്നു എന്ന് പറയുകയും, മനഃപൂർവ്വമല്ല അങ്ങനെ ഒന്ന് എന്ന് അവർ പറയുകയും ചെയ്തു. കാര്യം ഇതാണ്, വിപണി ഒരു വലിയ പ്രശ്നമാണ്. ആ വിപണിയിൽ നടക്കുന്ന പ്രതിരോധവും നിസ്സഹകരണവും രാഷ്ട്രീയവുമാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികളിൽ ഇനിയുള്ള ഭാവിയിലും ഒരു ഇസ്രായേൽ പ്രോഡക്റ്റുമായി ഇടപെടുമ്പോൾ നിരവധികൾ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. മറക്കാതെ ഇരിക്കുക എന്നത് വലിയ പ്രശ്നമാണ്. അത് ആ ഓർമ്മ നിങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടെ ഞാൻ, ഒരുപക്ഷെ ഒബാമ പറഞ്ഞതുപോലെ ഇസ്രായേൽ ചെയ്യുന്ന ഈ അബദ്ധം ഒരുപക്ഷെ തൽക്കാലം ഗാസയിൽ അവർക്ക് ആളുകളെ കൊന്നു തീർക്കാനായെന്ന് വരാം. പക്ഷെ ലോകത്തിലെ ഒരു ജനതയുടെ 25% വരുന്ന ഒരു കമ്മ്യൂണിറ്റിയെയും
ലോകത്തിലെ മനുഷ്യ സ്നേഹികളെയും, എന്തിന് ജൂതന്മാരായ മനുഷ്യ സ്നേഹികളടക്കമുള്ളവർ, അവരെയും അവരുടെ മുമ്പിൽ പ്രതികളാവുകയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ. അവർ ചെയ്യുന്നത് ദൂരവ്യാപകമായി തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നതിന് സമാനമാണെന്ന് ഒബാമ പറയുകയുണ്ടായി. അത് ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ നിങ്ങളോട്. ഇസ്രായേലിലെ വലിയ പ്രശ്നം വന്നപ്പോ നമ്മളൊക്കെ ആ സമര പ്രതിരോധങ്ങളിൽ പലയിടങ്ങളിൽ ബന്ധപ്പെട്ടവരാണ്. റാലികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്, വലിയ പ്രതിരോധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരു രാഷ്ട്രം എന്ന നിലയ്ക്ക് ഇന്ത്യ നിസ്സാരമായ ഒരു രാഷ്ട്രമല്ല. ഏഷ്യയിൽ കരുത്തുറ്റ ഒരു ശക്തിയാണ്, ഒരു ബദലാണ്. ഒരു സാമ്പത്തികമായ ശക്തി നമുക്കുണ്ട്, സായുധമായ ശക്തി നമുക്കുണ്ട്. അതിനേക്കാൾ ഫലമുള്ള ഒരു അകക്കാമ്പ് ഇന്ത്യ എന്ന ഈ രാഷ്ട്രത്തിനുണ്ട്. സ്വാഭാവികമായും ഈ രാജ്യത്തിന് ഇസ്രായേൽ പോലെയുള്ള, ഫലസ്തീൻ പോലെയുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ. ഇനിയും അത് കഴിയേണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ട് ഇന്ത്യയുടെ ചില സമീപനങ്ങൾ ഉണ്ടായി. UN-ൽ വന്നിട്ടുള്ള വെടിനിർത്തൽ പ്രമേയത്തിന് അനുകൂലമായി ഇന്ത്യ വോട്ട് ചെയ്തതൊക്കെ പ്രശംസനീയമാണ്, അനുകൂലിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ആത്യന്തികമായി ഈ യുദ്ധത്തിൽ ഫലസ്തീനിലെ നിരപരാധികളുടെ കൂടെ നിൽക്കാൻ ഈ രാഷ്ട്രം തയ്യാറായില്ല. ഗാന്ധിജി മുതൽ നെഹ്റു മുതൽ അവസാനം മൻമോഹൻ സിംഗ് വരെ, ഇടയിൽ നരസിംഹറാവുവിനെ ഒഴിച്ചു നിർത്തിയാൽ ഇസ്രായേലി വിഷയത്തിൽ നമ്മൾ ഫലസ്തീനികളുടെ കൂടെയായിരുന്നു. നമുക്കതിന് കഴിയാതെ പോയി. പരിഹാരം രാഷ്ട്രീയമാണെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിലെ വോട്ടും ഒരു സമരമാണ്, വോട്ടും ഒരു പ്രതിഷേധമാണ്. ഇസ്രായേൽ വിഷയത്തിൽ എങ്ങനെയാണ് ഇന്ത്യ പോലെ ഒരു രാജ്യം രാഷ്ട്രീയമായി ഇടപെടേണ്ടത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ രാഷ്ട്രീയമായ ഇടപെടലുകൾ നിർവഹിക്കാൻ നമുക്ക് കഴിയണമെന്നാണ്. വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ വലിയ ചർച്ചയാണ്, ലോകത്തു തന്നെ വലിയ ചർച്ചയാണ്, ഇന്ത്യയിൽ വിശേഷിച്ച്. അതിന്റെ ഭാഗമായി നടന്ന കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ, വിവിധ സ്റ്റേറ്റുകളിൽ നടന്ന തെരഞ്ഞെടുപ്പുകൾ, ആ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ വലിയ പ്രചാരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇവിടെ കോൺഗ്രസ് ആന്ധ്ര തിരിച്ചു പിടിച്ചപ്പോഴും മറ്റു സ്റ്റേറ്റുകൾ നഷ്ടപ്പെട്ടപ്പോഴും തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തിയ CPM-കാരുടെ വിലയിരുത്തലായിരുന്നു അതിലെ ഏറ്റവും തമാശ എന്ന് പറയുന്നത്. നിങ്ങൾ ആ വിലയിരുത്തൽ കേട്ടിട്ടുണ്ടാകും. കോൺഗ്രസിനെ കുറിച്ചുള്ള വലിയ ആവലാതിയും വലിയ പരാതിയും സങ്കടങ്ങളും ഒക്കെയാണ് CPM-ന്റെ നേതാക്കന്മാർ. കോൺഗ്രസിന് അഹങ്കാരമാണ്, ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന വിലയിരുത്തലുകൾക്കിടയിൽ CPM-കാരൻ മറന്നുപോയ ഒരു രാഷ്ട്രീയമുണ്ട്. ഒരുപക്ഷെ സൗത്ത് ഇന്ത്യയിൽ കേരളം കഴിഞ്ഞാൽ തമിഴ്നാട്ടിനേക്കാൾ, കർണാടകയേക്കാൾ CPM-ന് വേരോട്ടമുള്ള സ്റ്റേറ്റ് ആന്ധ്രയായിരുന്നു. പഴയ ആന്ധ്രയാണ്. എന്നാൽ അവിടെ CPM-കാർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ തെലുങ്കാനയിൽ, ആന്ധ്രയുടെ ഭാഗമായ തെലുങ്കാനയിൽ മത്സരിച്ചിടത്ത് നിങ്ങൾക്ക് കിട്ടിയ സീറ്റ്, തെലുങ്കാനയിൽ CPI-ക്ക് സീറ്റുണ്ട്, ഒരു സീറ്റിൽ CPI ജയിച്ചിട്ടുണ്ട്. എന്തേ CPM-കാർക്ക് തെലുങ്കാനയിൽ സീറ്റ് കിട്ടിയില്ല? രണ്ടാണെങ്കിൽ 2, 10 സീറ്റിൽ മത്സരിച്ചെങ്കിൽ 10 സീറ്റ്. എന്തുകൊണ്ട് എന്ന് വിശദീകരിച്ചതിനു ശേഷമല്ലേ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് നിങ്ങൾ പറയേണ്ടത്? നിങ്ങൾ പറയുന്നത് കോൺഗ്രസ് തോറ്റതിനെ നിങ്ങൾ ആഘോഷിക്കുകയാണ്. തെലുങ്കാന നഷ്ടപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞു, വെറുതെ നഷ്ടപ്പെട്ടതല്ല. നിങ്ങൾ മനസ്സിലാക്കണം, തെലുങ്കാനയിൽ, കാശ്മീരിൽ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര അവസാനിക്കുകയാണ്. എങ്ങനെയായിരുന്നു ആ ജോഡോ യാത്ര? ഈ കേരളത്തിൽ വെച്ച് അപമാനിച്ച്, പരിഹസിച്ച്, 4500 കിലോമീറ്റർ ഇയാൾ എവിടെ നടക്കാൻ എന്ന് ചോദിച്ചു. നടക്കുമ്പോൾ പൊറോട്ട തിന്നാൻ എന്ന് പറഞ്ഞ് കളിയാക്കി പരിഹസിച്ചു. DYFI-കാരനും CPM-കാരനും ആക്ഷേപിച്ചു പറഞ്ഞു വിട്ട ജാഥ ഇന്ത്യ മുഴുവൻ കീഴടക്കി കാശ്മീരിൽ അവസാനിക്കുകയാണ്. ആ ദിവസം കാശ്മീരിൽ ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ കക്ഷികളും ചേരുമെന്ന് ഉറപ്പുള്ള ദിവസം. നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും, തെലുങ്കാനയിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയി. ചേർത്തു പിടിച്ചത് ആരൊക്കെയാണ്? KCR-നെ ചേർത്തു പിടിച്ചു, മറുഭാഗത്ത് ആം ആദ്മി പാർട്ടിയെ ചേർത്ത് പിടിച്ചു. പക്ഷെ ആം ആദ്മി പാർട്ടി വളരെ സ്കൂട്ടായി അവർ ഇന്ത്യ മുന്നണിയിലേക്ക് വന്നു. CPM വന്നില്ല, തെലുങ്കാനയിലെ KCR വന്നില്ല. പിണറായി വിജയൻ ചേർത്ത് പിടിച്ചു എന്ന കുറ്റമല്ലാതെ KCR ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്. മാൻഡ്രയ്ക്ക് വന്നു, കെട്ടിപ്പിടിച്ചു, അയാളുടെ ഭരണം പോയി. ബാക്കിയുള്ളവർക്കൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്, അവിടെ പോയി. ഞാൻ ചോദിക്കുന്നത്, CPM-കാരൻ നിങ്ങൾ കോൺഗ്രസിന് ബദലുണ്ടാക്കാൻ, BJP-ക്ക് അനുകൂലമായി നിൽക്കാൻ, അങ്ങനെ നിൽക്കുന്ന KCR-നെ ചേർത്ത് പിടിച്ച് നിങ്ങൾ കളിച്ചപ്പോ നിങ്ങൾ തോറ്റുപോയത് തെലുങ്കാനയിൽ CPM-ന്റെ അടിവേരറുത്തുകൊണ്ടാണ്. ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ നിങ്ങൾ CPM-കാരൻ ആത്മാർത്ഥമായി തയ്യാറുണ്ടെങ്കിൽ, ഇപ്പോൾ കർണാടകയിൽ കോൺഗ്രസിന് അധികാരം കിട്ടി, പക്ഷെ മുഖ്യമന്ത്രിയെ
തെരഞ്ഞെടുക്കാൻ ഇത്തിരി വൈകി. സ്വാഭാവികമായി അവിടെ തലയെടുപ്പുള്ള രണ്ട് നേതാക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോഴുള്ള മുഖ്യമന്ത്രിയുണ്ട്, DK ശിവകുമാറുണ്ട്. രണ്ടുപേരും ഉള്ളപ്പോൾ അതിൽ സ്വാഭാവികമായ തർക്കമുണ്ടായി. വലിയ പാർട്ടിയാണ്, ചരിത്ര വിജയമാണ്. അവിടെയുള്ള എല്ലാ കക്ഷികളെയും തൂത്തെറിഞ്ഞ് കോൺഗ്രസ് ഭരണം പിടിച്ചതാണ്. 82% ഹിന്ദുക്കളുടെ മണ്ഡലത്തിൽ BJP തകർന്ന് തരിപ്പണമായതാണ്. സ്വാഭാവികമായി കോൺഗ്രസ് ഒന്ന് വൈകി. എന്തായിരുന്നു താനൂരിലെ CPM-കാരന്റെ പ്രൊഫൈലുകൾ? എന്തായിരുന്നു പരിഹാസങ്ങൾ? എന്തായിരുന്നു മുഖ്യമന്ത്രിയുടെ കളിയാക്കൽ? കോൺഗ്രസിന് ഭരിക്കാൻ അറിയില്ല, മുഖ്യമന്ത്രിയെ തീരുമാനിച്ചിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ CPM-കാരാ, എന്നാൽ രാജസ്ഥാനിലും മധ്യപ്രദേശിലും BJP മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുക്കാൻ വൈകിയപ്പോ നിങ്ങൾ ഏതെങ്കിലും ഒരു DYFI-കാരൻ അവന്റെ ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ അതിനെ കളിയാക്കി നിങ്ങൾ ഒരു പ്രമേയമോ അല്ലെങ്കിൽ ഒരു പോസ്റ്റെങ്കിലും നിങ്ങൾ ഇട്ടോ? അവിടെയും നിൽക്കുകയല്ല. പ്രധാന മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുക്കാൻ വൈകിയെന്നല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസ് BJP-ക്ക് സമാനമായ കുതിരക്കച്ചവടത്തിന് ഒരുങ്ങിയാൽ, കുതിരക്കച്ചവടം നടത്താൻ തീരുമാനിച്ചാൽ മധ്യപ്രദേശും രാജസ്ഥാനും ഇന്ന് അപകടകരമാണ്. ഒരുപക്ഷെ സംഭവിക്കാൻ പോകുന്നത് BJP തൂത്തുവാരി എന്ന് പറയുന്ന സ്റ്റേറ്റുകൾ അവർക്ക് നഷ്ടപ്പെടുമാറ് അവർ ദുർബലമാണ്. കർണാടകയിൽ ഒരു പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വേറെ ഒരു കാര്യമുണ്ട്. എത്ര സ്റ്റേറ്റുകൾ കിട്ടിയെന്നല്ല, ഇന്ത്യ രാജ്യത്ത് BJP-യുടെ പടപൊരുതാൻ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ എന്ന് പ്രഖ്യാപിക്കപ്പെടുകയാണ്. വേറെ ഏത് രാഷ്ട്രീയ പാർട്ടിയുണ്ട്? അവർ മത്സരിച്ചോ? അവരോട് ഫൈറ്റ് ചെയ്തോ? അവർക്ക് കിട്ടുമെന്ന് പറഞ്ഞോ? നിങ്ങൾ ആലോചിക്കണം, അത് ചെറിയ രാഷ്ട്രീയമല്ല. എന്തിനോടാ മത്സരിച്ചത്? BJP-യുടെ പണത്തോട്, BJP-യുടെ അധികാരത്തോട്, BJP-യുടെ മീഡിയയോട്, BJP-യുടെ ഫേക്ക് മീഡിയയോട്, BJP-യുടെ സോഷ്യൽ മീഡിയയോട്, BJP-കാരൻ കൈകളിൽ വെച്ച് അമ്മാനമാടുന്ന മതത്തോടും ജാതിയോടും. നോമിനേഷൻ കൊടുക്കാൻ പോലും ഭയപ്പെടേണ്ടുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ BJP-യെ വരച്ച വരയിൽ നിർത്തി ഭയപ്പെടുത്താൻ കോൺഗ്രസിന് കഴിഞ്ഞു. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രാഷ്ട്രീയമായി എടുത്ത തീരുമാനം എന്താണ്? മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ സമീപനം എന്താണ്? എന്തുകൊണ്ട് കോൺഗ്രസിനെ മുസ്ലിം ലീഗ് അംഗീകരിക്കുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഉത്തരമാണ് രാജസ്ഥാനിലും മധ്യപ്രദേശിലും അതുപോലെ തന്നെ തെലുങ്കാനയിലും നമുക്ക് ബോധ്യമായ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇവിടെ ചെറുതല്ല പ്രതീക്ഷകൾ, വലിയ നിരാശകൾ പ്രചരിപ്പിക്കാൻ CPM-ന്റെ ലോബികൾ ശ്രമിക്കുന്നുണ്ടല്ലോ. ഈ സ്റ്റേറ്റുകൾ പോയപ്പോൾ ഇതാ തീർന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭമായ 3 സ്റ്റേറ്റുകൾ നിങ്ങൾ എടുക്കുക. വലിയ വലിപ്പമുള്ള ഒന്ന് കർണാടകയാണ്, ഒന്ന് ബീഹാറാണ്, ഒന്ന് മഹാരാഷ്ട്രയാണ്. ഉത്തർപ്രദേശ് കൂടെ ഉണ്ട്. പക്ഷെ ഈ 4 സ്റ്റേറ്റുകൾ എടുത്താൽ അതിലെ 3 സ്റ്റേറ്റുകൾ BJP-യുടെ അടിവേരുകൾ അറുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റുകളാണ്. മഹാരാഷ്ട്രയിൽ നിങ്ങൾ പരിശോധിച്ചു നോക്ക്. ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അടങ്ങുന്ന ഒരു വലിയ മുന്നണിയുടെ തിരിച്ചുവരവിന് മഹാരാഷ്ട്ര ഒരുങ്ങുകയാണ്. അവിടെ അത്തരത്തിലുള്ള രാഷ്ട്രീയമുണ്ട്. ബീഹാറിൽ ലാലു പ്രസാദ് യാദവ്, അവിടെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയിരുന്ന ബീഹാറിൽ BJP-യുടെ കൂടെ നിന്ന് നിതീഷ് അടക്കം മാറുകയാണ്. കർണാടകയിൽ അതിശക്തമായ കോൺഗ്രസിന്റെ രാഷ്ട്രീയ സ്വാധീനമുണ്ട്. മറുഭാഗത്ത് നിങ്ങൾ പരിശോധിക്കുക, സൗത്ത് ഇന്ത്യയെ BJP-യുടെ കയ്യിൽ നിന്ന് പൂർണ്ണമായി മോചിപ്പിച്ചു. സൗത്ത് ഇന്ത്യയിൽ BJP ഇല്ലാത്ത ഒരു സൗത്ത് ഇന്ത്യയെ ഈ കാലയളവിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. അത് മാത്രമല്ല, നോർത്ത് ഈസ്റ്റിലേക്ക് പോയാൽ എന്താണ് നോർത്ത് ഈസ്റ്റിലെ സ്ഥിതി? മണിപ്പൂര്, മിസോറാം ഉണ്ട്, ആസാമുണ്ട്. അവിടങ്ങളിൽ മണിപ്പൂരിലെ കലാപത്തിന്റെ അനുരണനങ്ങൾ നോർത്ത് ഈസ്റ്റിലുണ്ട്. ആ നോർത്ത് ഈസ്റ്റിൽ അവിടെ കോൺഗ്രസ് അടങ്ങുന്ന ഇന്ത്യ മുന്നണിക്ക്, ലീഗ് അടക്കം ഉൾക്കൊള്ളുന്ന ഇന്ത്യ മുന്നണിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നത് 2024 അതിശയകരമല്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകന്മാർ പറയുന്നു. BJP-യെ പിടിച്ചുകെട്ടാൻ കഴിയുന്ന വിധം ഒറ്റക്കാണ് കോൺഗ്രസ് ഈ പോരാട്ടം നടത്തിയതെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ നമ്മൾ ഒരുമിച്ച് ചേർന്ന് നിന്നാൽ BJP-യുടെ അവസാനം ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. ഞാൻ നിങ്ങളോട് പറയുന്നു, വരുന്ന മണിക്കൂറുകൾ, വരുന്ന സമയങ്ങൾ ജാഗ്രതയോടെ നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ, നിങ്ങളുടെ വാട്സാപ്പ് മെസ്സേജുകൾ പാസ് ചെയ്യുമ്പോൾ എല്ലാത്തിലും അപകടകരമാം വിധത്തിൽ വെറുപ്പുകൾ ഉണ്ടാക്കി, ധ്രുവീകരണം ഉണ്ടാക്കി തമ്മിൽ തല്ലിക്കാൻ ശ്രമിക്കുന്ന ഫാഷിസ്റ്റുകൾക്കെതിരെ നിങ്ങളുടെ ഈ ജാഥയുടെ പ്രമേയത്തിൽ ഉയർത്തുന്ന പോലെ വിദ്വേഷങ്ങൾക്കും വെറുപ്പിനുമെതിരെ സ്നേഹത്തിന്റെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കാൻ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പിന്റെ പാഠം എന്താണ്?
കോൺഗ്രസുകാരന് അല്ലെങ്കിൽ CPM-കാരന്, ലീഗുകാരന്, ഇന്ത്യയിലെ മുഴുവൻ ഘടക കക്ഷികൾക്കും ഒരു ബാധ്യതയുണ്ട്. ഇന്ന് BJP ഇന്ത്യ ഭരിക്കുന്നത് ഇന്ത്യയിലെ ഭൂരിപക്ഷത്തിന്റെ വോട്ട് കൊണ്ടല്ല. മനസ്സിലാക്കേണ്ടത് നിങ്ങൾ, ഭൂരിപക്ഷം എന്നല്ല, ഇന്ത്യയിലെ പകുതി ജനങ്ങളുടെ പോയിട്ട് 25% ജനങ്ങളുടെ വോട്ടുകൾ കൊണ്ടുപോലുമല്ല. കോൺഗ്രസും BJP-യും തമ്മിലുള്ള വ്യത്യാസം 2% മുതൽ 4% വരെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്. വെറും 4% താഴെ. അങ്ങനെയാണല്ലോ എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ മഹാരാജ്യത്ത് പഠിക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസ് ജയിച്ചു വരുമെന്ന് ഉറപ്പുള്ള മണ്ഡലം, ഇന്ത്യ മുന്നണി മത്സരിക്കുന്ന മണ്ഡലം, ആ മണ്ഡലങ്ങളിൽ സീറ്റുകളുടെ എണ്ണം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, കുറക്കാതിരിക്കാൻ എല്ലാ ചെറിയ കക്ഷികളും ഒരുമിച്ച് നിൽക്കണം. മതേതര കക്ഷികൾ ഉറച്ചു നിൽക്കണം. ഇവിടെ ഞാൻ ജയിക്കുമെന്ന് ഉറപ്പുള്ള മണ്ഡലത്തിലല്ലാതെ, എനിക്ക് ജയിക്കാനാവുമെന്ന് വിശ്വാസമുള്ള മണ്ഡലത്തിലല്ലാതെ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകളിൽ വോട്ടുകൾ ചിതറിച്ച ഘടക കക്ഷികൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയും കോൺഗ്രസിന്റെ, ഇന്ത്യ മുന്നണിയുടെ വോട്ടുകൾ കുറയാതിരിക്കാൻ സൂക്ഷ്മത പാലിക്കുകയും ചെയ്യണം. ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തൽ പ്രധാനമാണ്. പക്ഷേ ഇന്ത്യ മുന്നണിയിൽ എന്താണ് കേരളത്തിലെ CPM-കാരന് വരാനാവാത്തത്? അപ്പൊ നിങ്ങൾ പറയും, ഞങ്ങൾ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടല്ലോ, CPM-കാരൻ പറയും. അതിന്റെ മറുപടി CPI ആണ് പറഞ്ഞത്. ഇത് കേവലം ഒരു മുന്നണിയല്ല, ഇത് സഖ്യമാണ്. സഖ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേറിട്ടു നിൽക്കലല്ല, കൂടിച്ചേർന്നു നിൽക്കലാണ്. ഏകോപന സമിതിയാണ്. ഏകോപന സമിതിയിൽ CPI ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, RMP ഉണ്ട്, RSP ഉണ്ട്, ഇന്ത്യയിലെ സകലமான ഇടതുപക്ഷ സംഘടനകളുമുണ്ട്. എല്ലാവരും ഉണ്ടല്ലോ. മമതാ ബാനർജി ഉണ്ട്, ആം ആദ്മി ഉണ്ട്, എല്ലാവരും. ഈ ഏകോപന സമിതിയിൽ വരാൻ കഴിയാത്തതിന്റെ ഉത്തരം എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഒന്ന്, ദേവഗൌഡ പറഞ്ഞ ഒരു കാര്യമുണ്ട്, മറക്കരുത് നിങ്ങൾ. ഞാൻ പിന്നെയും ഓർമ്മപ്പെടുത്തുകയാണ്. ദേവഗൌഡ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയാണ്, കർണാടകയിലെ ഇടതുപക്ഷത്തിന്റെ ഘടക കക്ഷിയാണ്. ദേവഗൌഡ പറഞ്ഞത്, കർണാടകയിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ BJP-യുമായി ഞങ്ങൾ സഖ്യമുണ്ടാക്കിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ വ്യക്തിബന്ധത്തിന്റെ ബലത്തിലാണ്. വ്യക്തിബന്ധം ആരുമായി? BJP-യുമായി. പറയുന്നത് ലീഗല്ല, കോൺഗ്രസുമല്ല, ദേവഗൌഡയാണ്. നിങ്ങൾക്ക് ആത്മബന്ധമുണ്ട്. രണ്ടാമത്തെ കാര്യം കരുവന്നൂർ ബാങ്കാണ്. എന്താ അധികം പറയാൻ? കരുവന്നൂർ ബാങ്കില് ED വരുന്നു, വലിയ തെളിവുകൾ ശേഖരിക്കുന്നു. ഇപ്പോ പിടിക്കുമെന്ന് നമ്മളിങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. പിടിക്കണില്ല. ഒന്ന് ലൂസ് ചെയ്യും, പിന്നെയും ഒന്ന് ടൈറ്റാക്കും, പിന്നെയും ഒന്ന് ലൂസാവും, പിന്നെയും ഒന്ന് ടൈറ്റാവും. എന്തിനാ അത്? സഖാവ് പിണറായി വിജയന്റെ മനസ്സു മാറിയാൽ കരുവന്നൂരിൽ പിടിമുറുകും. CPM എങ്ങാനും ഈ ഏകോപന സമിതിയിൽ, ഇന്ത്യ മുന്നണിയുടെ ഏകോപന സമിതിയിൽ വന്നാൽ കരുവന്നൂർ ബാങ്കിനകത്തുള്ള കോടികളുടെ വെട്ടിപ്പ് പുറത്തു വരും. കരുവന്നൂർ ബാങ്ക് ഉള്ളിടത്തോളം കാലം CPM ഒരു കാരണവശാൽ ഇന്ത്യ മുന്നണിയുടെ ഏകോപന സമിതിയിൽ വരില്ല. ഇതൊരു കാരണമാണ്. രണ്ടാമത്തതോ സ്വർണ്ണക്കടത്താണ്. ED-യുടെ അന്വേഷണത്തിലുള്ള സ്വർണ്ണക്കടത്ത് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. നമുക്ക് ഓർമ്മയുണ്ടല്ലോ എന്തൊക്കെയായിരുന്നു UDF സർക്കാരിന്റെ കാലത്ത് ഇവര് പറഞ്ഞിരുന്നത്. ഒരു വില്ലേജ് ഓഫീസർ, ഈ അടുത്ത കാലത്ത് മുഖ്യമന്ത്രിയുടെ പാലക്കാട്ടിൽ ഒരു വില്ലേജിലെ ഒരു സർവേയർ, അവിടുത്തെ ഒരു ഓഫീസർ കൈക്കൂലി വാങ്ങുന്നത് കയ്യോടെ പിടിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു ആക്രോശമുണ്ട്. എങ്ങനെയാണ് ഓഫീസറെ പിടിച്ചത്? വില്ലേജ് ഓഫീസർ അറിയാതെ ഇയാൾ എങ്ങനെയാണ് കൈക്കൂലി വാങ്ങിയത് എന്നാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇത് പ്രസക്തമായ ചോദ്യമാണ്. ഒരു വില്ലേജിലെ സ്റ്റാഫിന് വില്ലേജ് ഓഫീസർ അറിയാതെ കൈക്കൂലി വാങ്ങാൻ കഴിയില്ലെന്ന് അങ്ങേക്ക് ഉറപ്പുണ്ടെങ്കിൽ, അങ്ങയുടെ നിഴലായിരുന്ന ശിവശങ്കരൻ എങ്ങനെയാണ് സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായത് എന്ന് താങ്കളൊന്ന് പറയും. എങ്ങനെയാണ്? ആ സ്വർണ്ണക്കടത്ത് കേസിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെ നീണ്ടു നിൽക്കുന്ന ശൃംഖലയുണ്ട്. മലപ്പുറത്തുകാരനായിരുന്ന പഴയ MLA ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ED പിടിക്കില്ല. കാര്യം എന്താണ്? ഇന്ത്യ ഏകോപന സമിതിയിൽ എന്നാണോ CPM കയറുന്നത് അന്ന് പിടിക്കും. തീരുന്നില്ല. ULCC നിങ്ങൾക്കറിയാം. എന്താ ULCC? ബഹുമാന്യനായ MLA മജീദ് സാഹിബും ലത്തീഫ് സാഹിബും ഒക്കെ എവിടെയുണ്ട്? ഞാൻ രണ്ടത്താണ്
ഒക്കെ MLA ആയിരുന്നവരാണ്. ഈ മണ്ഡലത്തിൽ കോടിയുടെ എസ്റ്റിമേറ്റ് ആണെങ്കിൽ അതിൽ ഏറ്റവും കുറഞ്ഞ പണം കോട്ട് ചെയ്യുന്നവർക്ക് അവരുടെ മറ്റു ഉപാധികൾ പാലിക്കുന്നവരാണെങ്കിൽ അവർക്കത് കൊടുക്കും എന്ന് പറഞ്ഞാൽ 10 കോടിയുടെ ഒരു ടെൻഡറിന് 9 കോടി ഒരാൾ കോട്ട് ചെയ്ത് 9.5 കോടി മറ്റൊരാൾ കോട്ട് ചെയ്താൽ 9 കോടി പറഞ്ഞവര് പണി കൊടുക്കും. ഇതൊരു രീതിയാണല്ലോ, എല്ലാവർക്കും അറിയാലോ. എന്നാൽ ഊരാലുങ്കൽ അങ്ങനെയല്ല. ഊരാലുങ്കലിന് നമ്മളുടെ ഈ പൊതുമരാമത്തിന്റെ ഈ എഞ്ചിനീയർമാരൊന്നും അവർക്ക് പറ്റൂല. അവര് വരും മജീദ് സാഹിബിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ ആ മണ്ഡലത്തിൽ 10 കോടി വരാനുള്ള പാലം ഊരാലുങ്കലിന്റെ ആളുകൾ വന്ന് നോക്കിയാൽ എത്രയാ വരിക? ഒരു 15 കോടി അല്ലെങ്കിൽ 20 കോടി അവര് തീരുമാനിക്കും. ഈ മലപ്പുറത്ത് ഏതെങ്കിലും ഒരു മുതലാളിക്ക് ഊരാലുകളിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കറിയില്ല, എനിക്കും അറിയില്ല. 1000 കോടിയിലധികം വരുന്ന വർക്കെടുക്കാൻ ഊരാലുകളിൽ എത്ര കോടിയുടെ ആസ്തിയുണ്ട്? ആരുടെയൊക്കെ പണമാണ്? എവിടുന്ന് കിട്ടപ്പെടുന്ന പണമാണ്? ഈ കോടാനുകോടിയുടെ ലാഭം ഉണ്ടാക്കുന്ന ഊരാലുങ്കലിന്റെ ലാഭവിഹിതം പറ്റുന്നവരാരാണ്? ഉത്തരം വേണ്ടേ? എന്തേ കണക്കുകൾ പുറത്തുവിടാത്തത്? ഈ പറയുന്ന ഈ താനൂരിലെ ഈ പ്രാന്തപ്രദേശങ്ങളിൽ CPM-ന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ഏതെങ്കിലും ഒരു DYFI-കാരനോട് ചോദിക്കട്ടെ, ഊരാലുങ്കലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഊരാലുങ്കലിൽ നിക്ഷേപകർ ആരാണെന്ന്, ഊരാലുങ്കലിൽ പണം മുടക്കിയവരാരാണെന്ന്, അവിടെ നിന്ന് പണം വലിക്കുന്നവരാരാണെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. അറിയാത്തതിന് കാരണമുണ്ട്. ഊരാലുങ്കൽ പിടിമുറുക്കപ്പെടുമായിരുന്നു. പക്ഷേ ഗഡ്കരിയുണ്ട്, നമുക്കറിയാലോ, കേന്ദ്രത്തിലെ റോഡുകളുടെ ഈ ഗഡ്കരി എന്ന് പറയുന്ന മന്ത്രി. ആ മന്ത്രി തിരുവനന്തപുരത്ത് വന്നപ്പോ അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് തെറ്റൊന്നുമല്ല. കാരണം കേന്ദ്രം BJP ഭരിച്ചാലും RSS ഭരിച്ചാലും കേരളം നമ്മൾ ഭരിക്കുകയാണെങ്കിൽ പോലും സ്വാഭാവികമായി അതിനൊരു പ്രോട്ടോകോൾ ഉണ്ട്, ഒരു ഫെഡറൽ സിസ്റ്റത്തിനകത്തുള്ള മര്യാദകളുണ്ട്, നമ്മൾ പാലിച്ചേ പറ്റൂ. അതുകൊണ്ട് ഗഡ്കരിയെ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് തെറ്റല്ല. പക്ഷെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, താങ്കൾ ചെയ്തത് ഗഡ്കരിയെ നിങ്ങൾ ക്ലിഫ് ഹൗസിൽ കൊണ്ടുപോവുകയാണ്. സുരേഷ് ഗോപി പറഞ്ഞത് മുഖ്യമന്ത്രിയുമായി ഗഡ്കരി നടത്തിയ രഹസ്യ സംഭാഷണത്തിന് ഞാൻ സാക്ഷിയാണ്. ഞാൻ ചോദിക്കുന്നത്, ഗഡ്കരിയെ കുറിച്ച് മുഖ്യമന്ത്രിയുടെ മകള് പറയുന്ന പ്രയോഗം എന്താ അറിയങ്ങള്? ഗഡ്കരി അങ്കിൾ എന്നാണ്. ഭയങ്കര സ്നേഹമാണ്, ഗഡ്കരി അങ്കിളാണ്. ഞാൻ ചോദിക്കുന്നത്, ഗഡ്കരി അങ്കിളുമായി നിങ്ങൾ ഉണ്ടാക്കിയ കരാറിന്റെ ബലത്തിലാണ് ULCCയെ ED തൊടാത്തത്, അന്വേഷണ സംഘങ്ങൾ തൊടാത്തത്. നിങ്ങൾ സൗത്ത് ഇന്ത്യ പരിശോധിച്ചോളൂ, ആന്ധ്ര മുതൽ നോക്കിക്കോളൂ. ആരാണ് തമിഴ്നാട്ടിന്റെ മുഖ്യമന്ത്രി? താരപരിവേഷമുള്ള മുഖ്യമന്ത്രി സ്റ്റാലിനെ ദിവസങ്ങളോളം ED അവിടെ ബന്ദോബസ്താക്കി വെച്ചു. അതുപോലെ ഇൻകം ടാക്സ് ബന്ദോബസ്താക്കി വെച്ചു. ആ ED എന്തേ നിരവധി കേസുകളിലെ പ്രതി 38ാമത്തെ തവണയാണ് മുഖ്യമന്ത്രിയുടെ കേസ്, ലാവ്ലിൻ കേസ് സുപ്രീം കോടതി മാറ്റിവെക്കുന്നത്. ആ കേസിലെ പ്രതിയായ ഈ മുഖ്യമന്ത്രിയെ എന്താണോ ED തൊടാത്തത്? ലോക്കൽ പോലീസ് പോലും അന്വേഷിച്ചാൽ കിട്ടുന്ന കുറ്റങ്ങളുള്ള മുഖ്യമന്ത്രിയുടെ കോടികളുടെ വെട്ടിപ്പ് എന്തേ ED സൗത്ത് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രം വരാത്തത്? ഉത്തരം വ്യക്തമാണ്. നിങ്ങൾക്ക് ഇന്ത്യ മുന്നണിയുടെ ഏകോപന സമിതിയിൽ വരാനാവില്ല. അത് മാത്രമല്ല, ഇവിടെ നിരവധി രാഷ്ട്രീയമുണ്ട്. ഞാൻ എല്ലാത്തിലേക്കും കടന്നു പോവുകയല്ല. ഇനി നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ ജാഥ ഇപ്പോ മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടി നടക്കുകയാണല്ലോ എല്ലായിടത്തും, അദ്ദേഹത്തിന്റെ നവകേരള യാത്ര. ഈ യാത്ര എന്തിനാണ്? എന്തായിരുന്നു ഇപ്പോ യാത്രയുടെ ലക്ഷ്യം? അദ്ദേഹത്തിനും അറിയില്ല, നാട്ടുകാർക്കും അറിയില്ല, കൂടെ പോകുന്ന മന്ത്രിമാർക്കും അറിയില്ല. പക്ഷെ ഉത്തരം എന്താണെന്ന് അറിയുമോ? കേരളം ഏറ്റവും ഗൗരവത്തിൽ ചർച്ച ചെയ്ത ഒരു പ്രശ്നമുണ്ട്. അതെന്താണ്? മുഖ്യമന്ത്രിയുടെ മകൾ വാങ്ങിയ മാസപ്പടിയാണ്. എല്ലാവർക്കും അറിയാം. ഇതാ ഇന്നലെ മാത്യു കൂടൽനാടൻ ഇവിടെ വന്നു. അദ്ദേഹം അതിന്റെ വെളിപ്പെടുത്തൽ ദിവസങ്ങൾക്കകം കൂടുതൽ കാര്യങ്ങൾ പറയുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, നിയമസഭക്കകത്ത് ഞാൻ 2021 എനിക്ക് 2020 നിയമസഭയുടെ അകത്ത് എനിക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്. 2020 ഊരാലുങ്കലിൽ നടത്തിയിട്ടുള്ള കർത്തയുടെ ഓഫീസിൽ നടത്തിയ EDയുടെ റെയ്ഡ്. അന്ന് പോലും അതിൽ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ സാന്നിധ്യം, മകൾക്ക് ലഭിക്കുന്ന പണം. ആ മാസപ്പടിയുടെ ചർച്ച കേരളത്തിൽ കൊടുമ്പിരി കൊള്ളുമ്പോഴാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു ജാഥ തീരുമാനിക്കുന്നത്, മാസപ്പടി മറക്കാൻ. പക്ഷെ ആര് മറന്നാലും മുഖ്യമന്ത്രി CPM-കാരാ അതും മറക്കില്ല. കോടതിയിൽ നിന്നാണ് നിങ്ങൾക്ക് നോട്ടീസ് വന്നത്. എന്താ മുഖ്യമന്ത്രി പറഞ്ഞത്? PV ഞാനല്ല. ഏത് ആദ്യം പറഞ്ഞെന്താണ്? ആ PV ഞാനല്ല. എന്നാൽ വീണ മോളല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ മുഖ്യമന്ത്രി.
മകൾ പണം വാങ്ങിയതിന് കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നിരിക്കുന്നു. ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകേണ്ട ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ സമയം കഴിഞ്ഞു. താങ്കൾ ഒരു കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ, താങ്കൾ ഒരു മാർക്സിസ്റ്റ് ആണെങ്കിൽ, മരിച്ചുപോയല്ലോ കാനം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്. CPIയുടെ സെക്രട്ടറി പദത്തിൽ നിന്ന് കാനം മാറി നിൽക്കേണ്ടി വന്നത് മകനുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം. അതാണ് മാർക്സിസ്റ്റ് പാർട്ടി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പഴയ ചരിത്രത്തിലേക്ക് ഞാൻ പോണില്ല. നൂറുകണക്കിന് രക്തം തിളക്കുന്ന അനുഭവങ്ങൾ ആ പാർട്ടിക്കകത്ത് തന്നെയുണ്ട്. ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ മാസപ്പടിയെ മറക്കാൻ നിങ്ങൾ കൊണ്ടുവന്ന ഒരു ജാഥ മാത്രമാണിത്, അല്ലെങ്കിൽ ഒരു യാത്ര മാത്രമാണിത്. എന്നിട്ടായി യാത്രയുടെ സ്ഥിതിയോ നിങ്ങൾ പരിശോധിക്കേണ്ട കാര്യം എന്താ പറയണത്? മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് ലക്ഷക്കണക്കിന് പരാതി കിട്ടിയിട്ടുണ്ട്. പരാതി കൂടുന്നതാണോ അതല്ല പരാതി കുറയുന്നതാണോ ഒരു ഗവൺമെന്റിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്? ഒരു ഗവൺമെന്റിന്റെ മികവ് എന്താണ്? പരാതി കൂടുതലാണോ? മുഖ്യമന്ത്രി പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടുവോളം പരാതി കിട്ടിയിട്ടുണ്ട് എന്നാണ്. പരാതി കൂടുന്നതല്ല എഫിഷ്യൻസി, പരാതി കുറയുന്നതാണ്. ഇനിയും പരാതി കൂടും. എന്താ കാര്യം? ഒരു കൊല്ലം കൂടെ കഴിഞ്ഞ് നിങ്ങൾ പിന്നെയും ചെന്നാൽ ഈ പറഞ്ഞതൊന്നും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. അതിന്റെ അഡീഷണൽ പരാതി അടക്കം നിങ്ങൾക്ക് പിന്നെയും കിട്ടും. സ്വാഭാവികമായി പരാതികൾ കൂടുന്നത് ഒരു ഗവൺമെന്റിന്റെ എഫിഷ്യൻസി അല്ല. ജാഥ തുടങ്ങിയപ്പോ നിങ്ങൾ ഇവരുടെ ഈ എന്താണ് യാത്ര തുടങ്ങിയപ്പോ, നവകേരള യാത്ര തുടങ്ങിയപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ എങ്ങനെയായിരുന്നു യാത്ര? തുടങ്ങുമ്പോ തന്നെ നമ്മൾ കണ്ടു ഭീകരമായ ആക്രമണം, ഒരു കരിങ്കൊടി കാണിച്ചത്. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഒരു രാഷ്ട്രീയം എന്താണെന്നറിയോ? എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താ ഈ കരിങ്കൊടിയുടെ പ്രശ്നം? ഏത് സർക്കാരായാലും എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താ ഈ കരിങ്കൊടിയുടെ പ്രശ്നം? കറുപ്പിന് എന്താ കുഴപ്പം? ആരാ ഈ കറുപ്പ് മോശമാണെന്ന് നമ്മളെ പഠിപ്പിച്ചത്? അത് ഒരു വംശപരയാണ്. യൂറോപ്യന്മാർ കണ്ടുപിടിച്ച ഒരു വംശപരയാണ് ഈ നിറം എന്ന് പറയുന്നത്. വെളുപ്പ് കറുപ്പ് എന്നൊക്കെ, കറുപ്പ് വെളുപ്പ് മഹോന്നതം, കറുപ്പ് മോശം. ഒരു കറുപ്പ് കൊടി കണ്ടാൽ ഒലിച്ചു പോകുന്നതാണോ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ യശസ്, ഒരു മന്ത്രിയുടെ യശസ്? അങ്ങനെയാണോ കാണേണ്ടതെങ്കിൽ? അതും ഈ ആധുനികമായ ലോകത്ത്. നിങ്ങളൊക്കെ വലിയ പൊളിറ്റിക്കൽ കറക്ഷൻസിനെ കുറിച്ച് പറയുന്നവരല്ലേ? ഞാനൊരു യോഗത്തിൽ പറഞ്ഞതിന് വലിയ ഇഷ്യൂ കേരളത്തില് അല്ലേ, നമ്മളെ നാട്ടും പുറത്തൊക്കെ നടത്തുന്ന ഒരു പ്രയോഗം നടത്തിയത് വമ്പ്. ഞാനത് ഒന്നും പറയാൻ പോയില്ല. നമ്മളെന്തിന് ആവശ്യമില്ലാത്ത കുഴപ്പമുണ്ടാക്കണം? വലിയ പ്രശ്നമില്ലായിരുന്നു വനിതാ കമ്മീഷന്റെ കേസ്, അതിനപ്പുറത്തുള്ള കേസ്. ഞാൻ ഈ ഊളകളോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും വിവരമുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയം എന്താ? കറുപ്പ് കാണുമ്പോൾ വിരലെടുക്കുക, കറുപ്പ് തോന്നെ മുറി. ഇന്നലെ ഒരു സാധു കറുത്ത കൊടയായിട്ട് വന്നൊരു വൃദ്ധനാണ്, വെയിൽ കൊള്ളേണ്ടെന്ന് കരുതി അയാൾ അറസ്റ്റ് ചെയ്തില്ലേ? നിങ്ങൾ എന്താ ഈ കറുപ്പിന് കുഴപ്പം? അതും ഈ 2024 പോകുന്ന ഈ അവസാന മണിക്കൂറിൽ, ഈ ആധുനിക ലോകത്ത് എന്തൊരു രാഷ്ട്രീയാണിത്? ആ കറുത്ത കൊടി കാണിച്ചവനെ നിങ്ങൾ ചെയ്ത ആക്രമണം എന്താണ്? അവന്റെ കയ്യിൽ ഒരു പേനാക്കത്തി ഉണ്ടായിരുന്നു, ഒരു ചെറിയ കല്ല്, ഒരു പേനാക്കത്തി, ഒന്നുമില്ലല്ലോ. ആ ചെറുപ്പക്കാരനെ തെരുവിലിട്ട് നിങ്ങൾ തല്ലിയ തല്ലുണ്ടല്ലോ, ഹെൽമെറ്റ് കൊണ്ട്, നിങ്ങൾ ഈ ചെടിച്ചട്ടി കൊണ്ട് ഇങ്ങനെ മാരകമായി ആക്രമിച്ചത് അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഒരു കറുത്ത തുണി മാത്രമാണ്. നിങ്ങൾക്കത് കണ്ടുകൂടാ. എന്നിട്ടൊരു മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് തുടരണമെന്നാണ്. തുടരണം. ഈ പരിപാടി തിരുവനന്തപുരം വരെ വേണം. നിങ്ങൾ അറിയുമോ, ഇന്ന് മുഖ്യമന്ത്രിയുടെ ബസിന്റെ പിറകെ പോകുന്ന, മുഖ്യമന്ത്രിയുടെ കാറിന്റെ, മന്ത്രിമാരുടെ കാറിന്റെ പിറകെ പോകുന്ന നൂറുകണക്കിന് വാഹനങ്ങളിൽ ആയുധങ്ങൾ വെച്ചിട്ടാണ് അവർ യാത്ര ചെയ്യുന്നത്. വടിയുണ്ട്, തല്ലാനുള്ള ഉപകരണങ്ങളുണ്ട്. ഈ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലെ വടിയെടുത്താണ് റോട്ടിനരികിൽ നിൽക്കുന്ന KSUകാരനെ, യൂത്ത് കോൺഗ്രസുകാരനെ, യൂത്ത് ലീഗുകാരനെ ആക്രമിക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഒരു മുഖ്യമന്ത്രി കലാപത്തിന് ആഹ്വാനം ചെയ്യുക, രാജ്യം മുഴുവൻ കലാപമുണ്ടാക്കാൻ തന്റെ പിറകിലുള്ള വണ്ടികളിൽ അടിക്കാൻ പാകത്തിലും വെട്ടാൻ പാകത്തിലുമുള്ള ആയുധങ്ങൾ എടുത്ത് പ്രകോപിതരാംബിതത്തിൽ അണികളെ കൊണ്ടു നടക്കുക, അതല്ലേ ചെയ്യുന്നത്? എങ്ങനെയാ പെരുമ്പാവൂരിൽ ആക്രമണം ഉണ്ടായത്? എൽദോസ് MLA അല്ലേ, ഒരു ജനപ്രതിനിധിയല്ലേ? ആ എൽദോസിനെ നിങ്ങൾ ആക്രമിച്ചത് എങ്ങനെയാണ്? എവിടെ നിന്ന് വന്ന ആളുകളാണ്? അവര് പറഞ്ഞു പെരുമ്പാവൂർക്കാരല്ല, എറണാകുളത്തുകാരല്ല, കണ്ണൂരിൽ നിന്ന്, മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ നിന്നടക്കം ഗുണ്ടകളെ വണ്ടികൾ കയറ്റി അയാൾ പോകുന്ന വടികളിൽ മുഴുവൻ കൊണ്ടു നടക്കുകയാണ്, നിരപരാധികളെ ആക്രമിക്കുകയാണ്. ഇതെന്ത് രാഷ്ട്രീയമാണ്? നിങ്ങൾ ഒന്ന് പരിശോധിച്ചു നോക്ക്. ഇതെന്ത് രാഷ്ട്രീയമാണ്? എങ്ങനെയാണ് CPM-കാരൻ നന്നാവുക? ഇന്നലെ നിങ്ങൾ കണ്ടോ, ഒരു മുനിസിപ്പാലിറ്റിക്കകത്ത് അവന്റെ കൗൺസിൽ നടക്കുമ്പോ ഒരാൾ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ഈ മതിൽ പൊളിച്ചത്? ഈ തിരൂരിലല്ലേ മതിൽ പൊളിച്ചത്? അപ്പൊ വേറൊരു സ്ഥലത്ത് മതിൽ പൊളിച്ചപ്പോ ചോദിക്കേണ്ട, നിങ്ങൾ എന്ത് ഒരു ജാഥക്ക് വേണ്ടി മതിൽ പൊളിക്കേ?
അതിനൊരു ചെങ്കായി കാണിക്കണ പരാക്രമം കണ്ടവങ്ങൾ. ഒരു CPM കൗൺസിലർ ഇത്ര ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ കൗൺസിലറെ കാല് പൊക്കി ചവിട്ടുണ്ട്. അപ്പൊ എല്ലാരും ചിരിക്കണത് എന്താ വെച്ചാൽ കാല് പൊക്കിയപ്പോഴായ സീന് കണ്ടിട്ടാണ്. എന്നിട്ട് ഈ ശിവൻകുട്ടിയുടെ അനുയായികളല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഞങ്ങളുടെ സഭയിൽ നിന്ന് അനുഭവിച്ചതല്ലേ. ഞാൻ ചോദിക്കണത്, സ്ത്രീകളടക്കി ഇരിക്കുന്ന ഒരു സദസ്സിൽ ഈ ഒരു ജനപ്രതിനിധി എങ്ങനെയാവാൻ നന്നാവുക? മോല്ലാക്ക നിന്ന് മൂത്രമൊഴിക്കുമ്പോ കുട്ടികൾ എങ്ങനെയോ നടന്ന് മൂത്രമൊഴിക്കൂലേ? ഉറപ്പല്ലേ? പിണറായി അല്ലേ എന്റെ നേതാവ്? പിണറായി അല്ലേ എന്റെ നേതാവ്? എന്നിട്ട് ഇന്നലെ മുഖ്യമന്ത്രി ചോദിച്ചൊരു ചോദ്യമുണ്ട്. കോട്ടയം എത്തുന്നതിനല്ല എറണാകുളത്ത് നിന്ന് എൽദോസിനെ തല്ലിയ വിവരം വന്നപ്പോ മൂപ്പര് പറയാണ്, എന്തിനാ UDF MLA മാറി നിൽക്കുന്നത്? അവർക്ക് ഈ പരിപാടിയിൽ വന്നിട്ട് അവരുടെ പരാതികൾ ഉണ്ടെങ്കിൽ പറഞ്ഞാ പോരെ. ആരോട്? ഈ മുഖ്യമന്ത്രിയോടോ? പരാതി പോയിട്ടൊന്ന് ചിരിച്ചാൽ എന്താ സ്ഥിതി? ദൂരെ നിന്നൊരു ഫോട്ടോ എടുത്താൽ എന്താ സ്ഥിതി? മനുഷ്യനോടൊരു ചങ്ങായി സംസാരിക്കുക. മനുഷ്യന്മാരുടെ പരാതി പറയാം. നിങ്ങൾ ഈ ഒരു MLA അല്ലേ, മുൻ മന്ത്രിയല്ലേ, അവരല്ലേ സ്റ്റേജിൽ വെച്ച് നിങ്ങൾ അപമാനിച്ചത്? ഒരു പ്രസംഗത്തിന് ഒരു 4 ഇത് കൂടിപ്പോയി. നമ്മളൊരു പ്രസംഗം ചിലപ്പോൾ ചിലരൊക്കെ പ്രസംഗം വെച്ച് കൂട്ടും, സ്വാഭാവികമാണ്. ഇതൊക്കെ ഏത് കാലം കാണാൻ തുടങ്ങിയതാണ്. അങ്ങനെയാണെങ്കിൽ എന്താവും? പ്രസംഗം കൂടുകയാണെങ്കിൽ ആദ്യമൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുരടാൻ എനിക്ക് അധ്യക്ഷൻ നടക്കും. പിന്നെ പതുക്കെ ഒരു ചീട്ട് കൊണ്ടേ കൊടുക്കും, ഒന്ന് ചെറുതായിട്ടൊന്ന് തോണ്ടും അല്ലേ. എന്നിട്ട് ഇനി അതും ഇല്ലാന്ന് കൂട്ടിക്കോ, വല്ലാണ്ട് പ്രസംഗം നീട്ടാണ് ഇരുന്നാൽ എന്താ പറയാ, കുറച്ച് നീണ്ടുപോയിട്ടാ ഇതൊക്കെ നമ്മൾ പറയാ. അല്ലാതെ ഞാനിപ്പം പ്രസംഗം നീട്ടി ഇത് കഴിഞ്ഞിട്ട് വേണം മജീദ് സാഹിബിനും അതുപോലെ ലത്തീഫ് സാഹിബിനും സംസാരിക്കാമെന്ന് കരുതിയിട്ട് സഭാതൊക്കെ ബാക്കിൽ നിങ്ങൾ അധ്യക്ഷൻ ഉണ്ട്, മൂപ്പര് വന്നിട്ട് എന്നോട് മൈക്ക് പിടിച്ച് മാറ്റിയിട്ട് പറയാണ് ഇത് കുറച്ച് ഓവറായി പോയി. അള്ളയാണ് ഓൻ പറഞ്ഞതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. സത്യം ആ സാധു ഷായില് ഉറപ്പല്ലേ? ആളെ വിളിച്ചിട്ട് മറ്റേ വർത്തമാനം പറയില്ല, ഏക്ക് വേറെ പറയാൻ ചീട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നിർത്താൻ വേറെ സംവിധാനം ഉണ്ട്, എല്ലാ മൈക്ക് കയറി പറയില്ല. അങ്ങനെ മര്യാദ, അങ്ങനെ നമ്മളൊക്കെ കണ്ട് ശീലിച്ച മര്യാദ എന്ന് പറയുന്നത്. ആ സാധു സ്ത്രീ അത് കേട്ട് പാവം. അത് കഴിഞ്ഞിട്ട് അയാളുടെ ടീച്ചറുടെ ഭർത്താവിന് എന്താ ഭാസ്കരൻ മാഷ ഭർത്താവുണ്ട്, അദ്ദേഹം മുനിസിപ്പൽ ചെയർമാനൊക്കെ ആയ CPM വലിയ നേതാവാണ്. മൂപ്പരെയും അപമാനിക്കാം. ഇന്നലെ തോമസ് ചാഴിക്കാട്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തോമസ് ചാഴിക്കാടിന് കോട്ടയത്താണ്. കോട്ടയം ഇടുക്കി എന്ന് പറഞ്ഞാല് അവർക്ക് എത്ര പ്രധാനപ്പെട്ടതാണ് റബ്ബറാണ് വലിയ രാഷ്ട്രീയം. അതും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആരുടെ? മാണി സാറ നാട്ടില് എന്താ പിണറായി വിജയൻ മുഖ്യമന്ത്രി നിങ്ങൾ പറഞ്ഞെന്നറിയോ? നിങ്ങളുടെ അവസാനത്തെ നിങ്ങളുടെ മാനിഫെസ്റ്റോ എടുക്ക്, 250 രൂപ വില സ്ഥിരത കൊടുക്കും റബ്ബറിന് എന്ന് പറഞ്ഞിട്ടല്ലേ മുഖ്യമന്ത്രി നിങ്ങൾ അധികാരത്തിലേക്ക് പോയത് അല്ലേ? അപ്പൊ നിങ്ങളോട് ചോദിക്കാൻ ജനങ്ങൾക്ക് അവകാശമല്ലേ? നിങ്ങളുടെ മാനിഫെസ്റ്റോയിലുള്ള കാര്യമല്ലേ? അവിടുത്തെ ഒരു MP അത് പറഞ്ഞതിന് അയാളുടെ മേക്കെട്ടുകാരാ. എന്നിട്ട് പറഞ്ഞ രസം കാര്യങ്ങള് അയാൾ പറയാ, ചാഴിക്കാടിന് ഈ യാത്രയുടെ ഉദ്ദേശം മനസ്സിലായില്ല എന്ന് തോന്നുന്നു. മുഖ്യമന്ത്രി ചാഴിക്കാടിനല്ല, ആർക്കും മനസ്സിലായിട്ടില്ല, ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ എന്താ ഈ യാത്ര? നിങ്ങളൊന്ന് പറഞ്ഞേരി. യാത്ര എന്താ? നിങ്ങളുടെ ഇവിടുത്തെ ഈ ലോക്കൽ സഖാക്കൾക്ക് റെസീറ്റ് ഇല്ലാതെ പൈസ പിരിച്ച് അടിച്ചു മാറ്റാനുള്ള യാത്രയാണോ ഇത്? അല്ലാതെ എന്താ യാത്ര? എവിടുന്നാ പൈസ വാങ്ങാത്തത്? ഈ താനൂർ മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പരിവാരവും വന്നു പോയില്ലേ? എത്ര കോടികൾ പിരിച്ചു നിങ്ങൾ? ഒന്ന് പറഞ്ഞേ. ഇവിടുത്തെ എല്ലാ മുതലാളിന്റെ കയ്യിൽ നിന്ന് പൈസ പിരിച്ചു. ആ പൈസയുടെ കണക്ക് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഒന്ന് പറഞ്ഞേ. നിങ്ങൾ ഒരു സ്ഥലത്തുമില്ല. പിന്നെന്തിനാ ഞങ്ങളെ യാത്ര? നിങ്ങളെ കുറെ 7 കൊല്ലമായി അടങ്ങിയിരിക്കുന്ന കണ്ണൂരിലെ അടക്കമുള്ള CPM ഗുണ്ടകളുടെ കഴപ്പ് തീർക്കാനാണോ? തെരുവിൽ കിടന്ന് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരന്റെയും യൂത്ത് ലീഗുകാരനൊക്കെ സമരത്തിൽ പ്രതിഷേധിക്കുമ്പോ അവനെ അടിച്ച് കഴപ്പ് തീർക്കാനാണോ നിങ്ങളുടെ യാത്ര? ഒന്ന് നിങ്ങൾ പറഞ്ഞേ. പിന്നെ എന്തിനാണ് തോമസ് ചാഴിക്കാടിന് മാത്രമല്ല ഞങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല, എന്തിനാണ് ഈ യാത്ര? ഈ യാത്രയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പരിഹരിച്ചോ നിങ്ങൾ? ഞാൻ പലയിടത്തും പറഞ്ഞ കാര്യമാണ്, TV-ലൊക്കെ വന്നതാണ്. എന്നാൽ ഞങ്ങളോട് പറയാം, ജാഥ തുടങ്ങിയ കാസർഗോഡ് ജില്ലയിൽ ഒരു സാധു ചെങ്ങായി, അയാൾക്ക് റേഷന്റെ കമ്മീഷൻ കിട്ടണില്ല. അയാൾ ADM-ന് പരാതി കൊടുത്തു, അയാള് സപ്ലൈ ഓഫീസർക്ക് പരാതി കൊടുത്തു, രക്ഷയില്ല. ADM-ന് കൊടുത്തു, രക്ഷയില്ല. കളക്ടർക്ക് കൊടുത്തു, രക്ഷയില്ല. അവസാനം ഭക്ഷ്യവിതരണ വകുപ്പ് മന്ത്രി കൊടുത്തു, രക്ഷയില്ല. അപ്പോഴാണ് മുഖ്യനും പരിവാരങ്ങളും കാസർഗോട്ടേക്ക് വരുന്നത്. അവൻ ഹാപ്പിയായി. അദ്ദേഹം നേരിട്ട് ഇവർക്ക് പരാതി കൊടുത്തു. 2 ദിവസം കൊണ്ട് മറുപടി വന്നു. നമ്മൾ ഈ കുറ്റം പറയുമ്പോ നല്ലത് മറന്നു പോകരുത്. മറുപടി കിട്ടി. എന്താ മറുപടി അറിയോ? നിങ്ങളുടെ പരാതി സപ്ലൈ ഓഫീസർക്ക് കൊടുത്തിട്ടുണ്ട്. ആ സാധു തുടങ്ങിയത് അവിടുന്നാണ്. എന്റെ മണ്ഡലത്തിൽ വളപട്ടണത്തുന്ന ഒരാള് ഈ എന്താണ് ഈ റിലീഫിനെ കുറിച്ച്
വ്യാപകമായി നടക്കുന്ന പിരിവുകൾ, അതിൽ നടക്കുന്ന വെട്ടിപ്പുകളെ കുറിച്ചൊക്കെ ഒരു സംസ്ഥാന തലത്തിൽ ഒരു ഓഡിറ്റ് ചെയ്യുവാണെന്ന് തന്നെ പരാതി കൊടുത്തു. അയാൾ കിട്ടിയ മറുപടി എന്താ അറിയോ? നിങ്ങളുടെ പരാതി വളപട്ടണം പഞ്ചായത്ത് സെക്രട്ടറിക്ക് അയച്ചിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിന്ദു വിശ്വാസികളുടെ തീർത്ഥാടന കേന്ദ്രമാണ് ഈ ശബരിമല എന്ന് പറയുന്നത്. സൗത്ത് ഇന്ത്യയിലെ ഞങ്ങളുടെ നേതാവുണ്ടായിരുന്നു, മജീദ് സാഹിബിന്റെ ഒക്കെ സഹപ്രവർത്തകനായിരുന്നു PKK ബാബ സാഹിബ്. ഞങ്ങൾ ചെയ്തതിന് പെരുപ്പിക്കല്ല, കേരളത്തിൽ ജനങ്ങളുടെ നികുതി പണം എടുത്തിട്ടാ ചെയ്തത്. അത് ഔദാര്യമൊന്നല്ല. എന്നാൽ പോലും ശബരിമലയുടെ പരിസരവാസികൾ ഇപ്പോഴും ഓർക്കുന്ന ഒരു പേരുണ്ട്. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുകാരനായ PKK ബാബ സാഹിബിന്റെ പേരാ. അറിയോങ്ങള്? അതുപോലെ ശബരിമലയിലേക്ക് അന്നാണ് അതിന്റെ സൗകര്യങ്ങൾ, അവിടേക്ക് പോകുന്നവരുടെ ബുദ്ധിമുട്ടുകളെ ഇങ്ങനെ അറിഞ്ഞ ആദ്യത്തെ ഒരുപക്ഷെ ഗവൺമെന്റ്, അതിലെ ഒരു പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു ബാബ സാഹിബ്. അദ്ദേഹം ചെയ്തത് വലിയ കാര്യമായിട്ടൊന്നും പറയല്ല. പക്ഷേ ഒരു മുസ്ലിം ലീഗുകാരനായ ഒരു മന്ത്രി അന്ന് ചെയ്തു വെച്ചത് എല്ലാവരും പാടി പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴെന്താ സ്ഥിതി അറിയുങ്ങള്? അവിടെ ക്യൂവിൽ നിൽക്കുക ആൾക്കാര്, കുട്ടികള്, ഒരുപാട് ആളുകൾ ക്യൂവിൽ നിൽക്കുക. 10 മുതൽ 20 മണിക്കൂർ വരെ അവർ ക്യൂവിൽ നിൽക്കുകയാണ്. വെള്ളമില്ല, ഭക്ഷണമില്ല, ആളുകൾ തലചുറ്റി വീടുകയാണ്. ഒരു പരിഹാരവുമില്ല. നിലക്കലിൽ നിന്ന് പമ്പയിലേക്ക് ബസ്സിൽ കൊണ്ടുപോകണം ആളുകളെ. ഒരു ബസ്സിൽ എത്ര പേര് കയറും? മുഖ്യമന്ത്രി 1 കോടി ചില്ലാനം ഉറുപ്പിക ചെലവഴിച്ച് കക്കൂസടക്കം ഉണ്ടാക്കി അങ്ങയുടെ ബസ്സിൽ 23 പേരാണ്. ഇവിടുത്തെ ഈ തെരുവിലൂടെ ഓടുന്ന ബസ്സിൽ ഒരുപക്ഷെ 50, ഒന്ന് കുത്തി നിറച്ചാൽ 60. എന്നാൽ 150-ലധികം ആളുകളെയാണ് നിങ്ങൾ ആ ബസ്സിൽ കുത്തി നിറച്ചിട്ട് ആ യാത്ര പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അവർക്ക് അവിടെയുള്ള വിശ്വാസികൾക്ക് അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. വലിയ പ്രയാസം, വലിയ ബുദ്ധിമുട്ട്. അവിടെ ആ തിരക്കുകളെ നിയന്ത്രിക്കാൻ ഒരു സംവിധാനവും ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. 150ഓളം ആളുകളെ കുത്തി നിറച്ചിട്ടാണ് ആ ബസ് പോയത്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ദിവസം മുഖ്യമന്ത്രി അങ്ങയുടെ ടൂർ ഒന്ന് നിർത്തുക, 21 മന്ത്രിമാരെയും കൂട്ടി വരിക, എന്നിട്ട് ശബരിമലയിൽ പോയി അവിടെ ഒന്ന് താമസിച്ച് എന്താണ് അവിടുത്തെ പ്രശ്നം എന്ന് പഠിക്കാൻ അങ്ങ് ശ്രമിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നു. ഈ ജാഥ കൊണ്ട് അങ്ങനെയെങ്കിലും ഉപകാരം എന്ന് പറയാമായിരുന്നു. ചെയ്തില്ല. എന്നിട്ട് പറഞ്ഞ ന്യായം എന്താണ്? തിരക്കല്ലേ എന്നാണ്. മുഖ്യമന്ത്രി, ഇത് ആദ്യത്തെ തിരക്കാണോ? കേരളം ഉണ്ടായതിന് പറഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ തിരക്കാണോ ശബരിമലയിൽ? അല്ലല്ലോ, ഇതിനേക്കാൾ തിരക്കുണ്ടായ സമയങ്ങളുണ്ട്. തിരക്കല്ല പ്രശ്നം, അത് മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണെന്നറിയോ? ഇത് BJP-ക്കാരന്, സംഘ് പരിവാരക്കാരന് വളരെ മനഃപൂർവ്വം പിണറായി വിജയൻ ഒരു വടിയെടുത്തു കൊടുക്കുകയാണ്, അടിച്ചോന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും അവിടെ വത്സന്തില്ലേരി എത്തി, സകല BJP-ക്കാരും എത്തി, അവരാഘോഷം തുടങ്ങി. അവരുടെ പ്രൊഫൈലിലൊക്കെ കണ്ട ഒരു സാധനം എന്താ വെച്ചാൽ, ഒരു കുട്ടിയുടെ അച്ഛനെ കാണാതെ കരച്ചിലുണ്ട്. അതിലൊക്കെ വല്ല കാര്യമുണ്ട്. നമ്മളെ നാട്ടിൽ ഒരു പൂരപ്പറമ്പിൽ, ഒരു ഉത്സവത്തിന്, ഒരു സമ്മേളനത്തിന് വന്നാൽ അച്ഛനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, കുട്ടികൾ ബേജാറാവുകയൊക്കെ ചെയ്യും. ശരിക്കും പമ്പയിലെ പ്രശ്നം അതല്ല, ശബരിമലയിലെ പ്രശ്നം അതല്ല. BJP അതിനെ ദേശീയ രാഷ്ട്രീയത്തിൽ മാർക്കറ്റ് ചെയ്യുന്നത് അതിനേക്കാൾ അപകടമാണ്. പക്ഷേ ആ മാർക്കറ്റ് ചെയ്യാൻ സംഘികൾക്ക് വടി കൊടുക്കുന്നത് മനഃപൂർവ്വം പിണറായി വിജയനാണ്. അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു രാഷ്ട്രീയം? നിങ്ങൾ പറ. ഞാൻ BJP-ക്ക് ഈ CPM-കാരോട് ചോദിക്കട്ടെ, നിങ്ങളല്ലായിരുന്നു നേരത്തെ ഈ വനിതാ മതിൽ ഇവിടെ ഉണ്ടാക്കിയത്, ഈ ശബരിമലയെ അട്ടിമറിക്കാൻ? ഞങ്ങൾ അന്ന് നിങ്ങളുടെ വനിതാ മതിലിനെ എതിർത്തവരാണ്. ഇനി ഒരു കാര്യം ഞാൻ പറയാം, ശബരിമലയിൽ വരുന്ന വിശ്വാസികൾക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. അതിനല്ല ഇവരൊക്കെ ഭരിക്കുന്നത്. ഈ വിശ്വാസികളെ വോട്ട് ചെയ്തിട്ടല്ലേ ഇവിടെ മന്ത്രി MLA ഒക്കെ ഉണ്ടാവുന്നത്. പിന്നെ എന്താ MLA ക്ക് പണി? പിന്നെ എന്താ ഒരു മന്ത്രിയുടെ പണി? അത് ചെയ്യാനുള്ള ബാധ്യതയുണ്ട്. ഇന്ന് ഈ ശബരിമലയിൽ സംഭവിച്ചത് UDF-ന്റെ കാലത്താണെങ്കിലും ഇതുപോലെ ശബ്ദമുയർത്താൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരുണ്ടാകും. അത് രാഷ്ട്രീയ ബാധ്യതയാണ്, ഞങ്ങളുണ്ടാകും. അത് ഉത്തരവാദിത്തല്ലേ നിങ്ങൾ? എന്നിട്ട് ഞാൻ ചോദിക്കുന്നത്, അന്നും ഞങ്ങൾ പറഞ്ഞു, ഇവിടെ ഒരു കാര്യമുണ്ട്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ആവർത്തിച്ചു പറയാണ്, വഖഫ് കൈകാര്യം ചെയ്യേണ്ടത്, ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യേണ്ടത് വിശ്വാസികളാണ്. അതില്ലാത്തവൻ കൈകാര്യം ചെയ്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഒരു സെന്റിമെന്റ്സ് വേണം. ശബരിമലയിൽ നിന്ന് എത്ര പണം കിട്ടിയെന്ന് കണക്ക് പറയുന്ന ഒരു കണക്കപ്പിള്ളയല്ല ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരിക്കേണ്ടത്, ദേവസ്വം മന്ത്രിയായിരിക്കേണ്ടത്. വിശ്വാസിയാവണം. അവിടെ
അവിടേക്ക് മുടിക്കെട്ടുമായി വരുന്നവന്റെ ഹൃദയത്തിനകത്ത് അതുപോലെ തന്നെ ഈ പറയുന്ന ദേവസ്വം ബോർഡും. നിങ്ങൾക്കറിയുമോ കേരളത്തില് ഏകദേശം 1200ഓളം 200-ലധികം ക്ഷേത്രങ്ങളുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ. 1200-ലധികം ആ ക്ഷേത്രങ്ങളിൽ ശബരിമല അടക്കമുള്ള ഒരു 30ഓളം ക്ഷേത്രങ്ങളാണ് ക്ഷേത്രത്തിന്റെ ചെലവ് കഴിഞ്ഞ് അധിക വരുമാനം ബാക്കി വെക്കുന്ന ക്ഷേത്രങ്ങൾ. കുറച്ച് ക്ഷേത്രങ്ങൾ, ശബരിമല അടക്കം. ആ ക്ഷേത്രങ്ങളുടെ പണമെടുത്തിട്ടാണ് നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ ഒരു കൊല്ലം അവിടുത്തെ മുഴുവൻ അവരുടെ നിത്യനിധാന ചെലവുകൾ അവർ വഹിക്കുന്നത്, അവിടെ ശമ്പളം കൊടുക്കുന്നത്. ദേവസ്വം ബോർഡിലെ സ്റ്റാഫിന് ചെയർമാനടക്കം ശമ്പളം കൊടുക്കുന്നത് 30ഓളം വരുന്ന ക്ഷേത്രങ്ങളിൽ നിന്ന് മാത്രമാണ്. ബാക്കി വരുന്ന 1200ഓളം ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളിൽ അധിക വരുമാനമില്ല. നിങ്ങളിങ്ങനെ നിസ്സാരമാക്കി കളഞ്ഞത്. എന്നിട്ട് എനിക്കിതിൽ തമാശ എന്താന്ന് വെച്ചാൽ, ഈ CPM കാരനാണ് ശബരിമലയിൽ സ്ത്രീകളെ കാറ്റാത്തതിന് കുഴപ്പമുണ്ടാക്കിയത്. ഓരും കൂടും വന്നിട്ടുണ്ടെങ്കിൽ എന്റെ പിണറായി വിജയൻ എന്തായിരുന്നു സ്ഥിതി? ഈ ബാക്കിയുള്ള ആണുങ്ങളെ തന്നെ പോറ്റാൻ നിങ്ങൾക്ക് പറ്റണില്ല. എന്നിട്ടാണ് ശബരിമലയിൽ സ്ത്രീകൾ വരുന്നില്ല എന്നും പറഞ്ഞ് മതിലുണ്ടാക്കിയിട്ട് ഈ തല്ലിപ്പൊളികൾ നടന്നത്. അവരുടെ വിശ്വാസത്തിൽ കയറാൻ നിങ്ങൾ ശ്രമിച്ചത്. ഞാൻ എന്റെ ഗൗരവത്തോടെ ഈ ഒരു ഗവൺമെന്റിന്റെ മുഴുവൻ കാര്യങ്ങൾ, ഇപ്പൊ ഇവിടെ മാത്രമല്ല, ഒരു ഗവൺമെന്റ് ഇതിനൊക്കെ പ്രാപ്തമാണെ തരക്കടില്ല. ഒരു സ്ഥലത്തേക്ക് പോയിക്കൂടാ, നിങ്ങൾക്ക് അനുഭവസ്ഥരാണ്. വഴിയിൽ മുഴുവൻ നിൽക്കുന്നത് എല്ലാ വളവുകളിലും ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ MBA അടക്കമുള്ളവർ നിന്ന് പിരിക്കുകയാണ്. എല്ലായിടത്തും എല്ലാ പാവങ്ങളെ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി പൈസ വാങ്ങാം. കിറ്റിന്റെ വിഷയങ്ങൾ ആലോചിച്ച് എന്നാ ഒരു കാര്യങ്ങൾ, കിറ്റ് വാങ്ങി വോട്ട് ചെയ്ത ആൾക്കാരുണ്ടല്ലോ, എന്നാ അറിഞ്ഞോളി, നിങ്ങൾക്ക് കിട്ടിയ കിറ്റൊക്കെ തിരിച്ചു ചോദിച്ചു തുടങ്ങി. തിരിച്ചു വാങ്ങണം. ഇപ്പൊ സ്കൂൾ യുവജനോത്സവത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കുട്ടികളോടും നിങ്ങൾ വരുമ്പോ കിറ്റ് കൊടുക്കണം എന്നാണ്. സ്കൂൾ യുവജനോത്സവത്തിന് ഇടാൻ പന്തലിന് പൈസ ഇല്ല. പിണറായിന്റെ ജാഥക്ക് 10 കോടിയുടെ പന്തലാണ്. നിങ്ങൾ മനസ്സിലാക്കണം, 10 കോടിയുടെ പന്തലാണ് എറണാകുളത്ത് നിങ്ങൾ ഏൽപ്പിച്ചത്. അതിന്റെ വാടക എത്ര വരും നിങ്ങളത് മനസ്സിലാക്കി നോക്ക്. എത്ര ഉണ്ടാവും? അതിന് കുഴപ്പമില്ല, അതിന് ചെലവഴിക്കുന്നതിൽ കുഴപ്പമില്ല. എല്ലാം പെൻഷൻ ഇല്ല, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇല്ല, ശമ്പളം കൊടുക്കണില്ല, കൊടുക്കുന്ന ശമ്പളം 30% പിടിക്കാൻ പോവാണ്. സപ്ലൈക്ക് ഒരു സാധനം വാങ്ങാൻ പൈസ ഇല്ല, നെല്ല് സംഭരിച്ചവർക്ക് കുടിശ്ശിക കൊടുക്കാൻ പൈസ ഇല്ല, കോൺട്രാക്ടർക്ക് കുടിശ്ശിക കൊടുക്കാൻ പൈസ ഇല്ല. നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് തരാൻ പുതിയ ലൈസൻസിൽ ടെസ്റ്റ് കഴിഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ കിട്ടിയിട്ടില്ലല്ലോ. എന്താ കാര്യം എന്നറിയോ? 2,84,00,000 രൂപ കാക്കനാടിലെ പ്രസ്സിൽ ഇപ്പോഴും കൊടുത്തിട്ടില്ല. ഞാൻ ഈ സംസാരിക്കുന്ന സമയവും കൊടുത്തിട്ടില്ല. അവര് പിടിച്ചു വെച്ചിരിക്കുകയാണ്. അത് കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ പൈസ ഇല്ല. റീബിൽഡ് കേരള 8000 കോടിയാണ്. 500 കോടി ചെലവഴിച്ചു. 2 മാസമേ ബാക്കിയുള്ളൂ. അപ്പോൾ ബാക്കി വരുന്ന 7,500 കോടി ചെലവഴിച്ചിട്ടില്ല. കിറ്റ് വാങ്ങിപ്പോയവരൊക്കെ മനസ്സിലാക്കിക്കോ, 2.5 കൊല്ലമായി. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടിയത് ഒരു കിറ്റാണ്. വെള്ളക്കരം കൂട്ടി, വീട്ടുകാരൻ കൂട്ടി, കെട്ടിട നികുതി കൂട്ടി, ലൈസൻസിന്റെ ചാർജ് കൂട്ടി, വൈദ്യുതിയുടെ ചാർജ് കൂടി, ഭൂമി നികുതിയുടെ ചാർജ് കൂടി, അരി മുതൽ ഉപ്പ് വരെയുള്ള സകല സാധനങ്ങൾക്കും വില കയറി, ബസിന്റെ ചാർജ് കൂട്ടി, സിമന്റിന്റെ വില കൂട്ടി, മണലിന്റെ വില കൂട്ടി, മത്സ്യത്തിന്റെ വില കൂട്ടി, മാംസത്തിന്റെ വില കൂട്ടി, പച്ചക്കറിയുടെ വില കൂട്ടി, മരുന്നിന്റെ വില കൂട്ടി, ആശുപത്രിയിലെ അഡ്മിഷൻ ഫീസിന്റെ വില പണം കൂട്ടി, എല്ലാത്തിനും വസ്ത്രത്തിന്റെ കൂടി ഡീസലും കേന്ദ്രമോ ഉപദ്രവിക്കുകയാണ്. പുറമെ ഇവന്റെ വക അഡിക്ഷനോ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തരങ്ങള്, ഒന്നിതാ നിലമ്പൂർ നിന്ന് കയറി തമിഴ്നാട്ടിലെത്തിയാൽ 1 ലിറ്റർ ഡീസൽ അടിച്ചാൽ 10 രൂപ വ്യത്യാസമാണ്. എന്തൊരു അതിശയമാണ്. മാഹിയിൽ പോയാൽ 12 രൂപ വ്യത്യാസമാണ്. അത് ഇന്ത്യ രാജ്യത്തല്ലേ? തമിഴ്നാട് ഇന്ത്യയിലല്ലേ പിണറായി വിജയ? കർണാടക ഇന്ത്യയിലല്ലേ പിണറായി വിജയ? ഇവിടുത്തെ നിലമ്പൂരിലെ ഒരൊറ്റ ടാക്സിക്കാരൻ നിലമ്പൂരിൽ നിന്ന് പെട്രോൾ അടിക്കൂല. നേരെ കയറിയാണ്, ചുരം കയറിയാൽ പെട്രോൾ ടാങ്ക് നിറച്ചാൽ എത്ര രൂപ ബാക്കിയുണ്ടാവും? 1 ലിറ്ററിന് 10 രൂപ വ്യത്യാസമാണ് തമിഴ്നാട്ടിലും കർണാടകയിലും. അവിടെയും ഗവൺമെന്റ് അല്ലേ ഉള്ളത്? അവിടെയും ഗവൺമെന്റ് അല്ലേ? ഒരു നിലക്കും രാജ്യത്തിലെ. ഇന്ന് നിങ്ങളോട് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഇന്ന് കേരളത്തിൽ വന്നിരിക്കുന്ന ഒരു
വാർത്ത ഈ ജാഥയിൽ ചർച്ച ചെയ്യേണ്ടതാണ്. വണ്ടിപ്പെരിയാറിൽ നടന്ന നമ്മുടെ കണ്ണുകളെ നനയിച്ച ഒരു സംഭവമുണ്ട്. 6 വയസ്സുള്ള ഒരു പെൺകുട്ടി എന്നോ പെണ്ണെന്നോ പറയാനാവാത്ത ഒരു കുഞ്ഞ്, അങ്ങനെയല്ലേ പറയാനാവൂ. ആ 6 വയസ്സുള്ള കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊന്ന ഒരു പോക്സോ കേസിലെ പ്രതിയെ ഇന്ന് പ്രോസിക്യൂഷന്റെ ദുർബലത കൊണ്ട് വെറുതെ വിട്ടു. ഇന്നത്തെ സംഭവമാണ്. വാളയാറിലെ പ്രതിയെ വെറുതെ വിട്ടപ്പോ പറഞ്ഞു പാർട്ടി ബന്ധുത്വമുള്ളവനെ വെറുതെ വിട്ടു നിങ്ങൾ. അന്ന് ഞങ്ങൾ പറഞ്ഞതാണ് സർക്കാരെ ഇത് തെമ്മാടിത്തരമാണെന്ന്. ഡിവൈഎഫ്ഐക്കാരനായിട്ടുള്ള ഡിവൈഎഫ്ഐ ബന്ധമുള്ള ഈ വണ്ടിപ്പെരിയാറിലെ പോക്സോ കേസിലെ പ്രതിയെ, വെറും ഒരു പോക്സോ കേസല്ല, 6 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ചു കൊന്ന കേസിലെ പ്രതിയെ ഇന്ന് പുറത്തു വിട്ടു. കോടതിയുടെ വടപ്പിൽ നിന്ന് ആ അമ്മയുടെ ഒരു കരച്ചിലുണ്ട്. പിണറായി വിജയൻ പൗരപ്രമുഖന്മാരുടെ ഈ വാക്ക് മാത്രം കേട്ടപ്പോരോ നിങ്ങൾ? അത് മതിയാ? പൗരപ്രമുഖന്മാരുടെ വർത്തമാനങ്ങൾ കേൾക്കാൻ ബിരിയാണിയും ഭക്ഷണവും കഴിച്ചിട്ട് ഇരിക്കുന്ന മുഖ്യമന്ത്രി ഇന്ന് കോടതിയുടെ വരാന്തയിൽ നിന്ന് അമ്മ കരഞ്ഞ കരച്ചിലുണ്ടല്ലോ, കേൾക്കണം. വേട്ടയാടപ്പെടും നിങ്ങൾ ചെയ്യുന്ന ഈ ദൂഷ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വെറുതെ തീരില്ല. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, അധികാരം മാറി മാറി വരും. കക്കേണ്ടതൊക്കെ കട്ടിട്ട് ഓരോരുത്തരങ്ങ് പോവുക. അവര് ഭാരതത്തിൽ മാറിയാൽ പോയി, മക്കൾ സേഫ് അല്ലേ, കൊട്ടുകൊണ്ട് പോയത് സേഫ് അല്ലേ? പക്ഷെ ഒരു കാര്യം ഞാൻ ജനങ്ങളെ സാക്ഷി നിർത്തി പറയുന്നു, ഇതുപോലെ രാഷ്ട്രീയ രംഗത്ത് ഇനി ആ വരുന്ന കാലങ്ങളിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പിച്ചെന്റെ നേതാക്കന്മാർ വേദിയിൽ ഉറപ്പിച്ചു പറയട്ടെ, ഈ കട്ടുകൊണ്ടുപോയ പൊതുസ്വത്ത് അത് അവസാനത്തെ കുടുംബത്തിലുള്ളവന്റെയും കക്കിച്ചിട്ടല്ലാതെ ഇനി ഈ ഭരണത്തിലെ നെറികേടുകളെ അവസാനിപ്പിക്കുന്ന പ്രശ്നമുണ്ടാവില്ല. പോരാട്ടത്തിൽ നിൽക്കുക. ഞാൻ ചെറുപ്പക്കാരോട്, ഷെരീഫ് അടക്കമുള്ള ചെറുപ്പക്കാരോട് പറയുന്നു, വെറുതെ നടന്നു വിയർക്കുക മാത്രമല്ല, ഇത് പ്രതിജ്ഞയാണ്. ഒലിക്കുന്ന വിയർപ്പുകൾക്ക് ഈ നാടിനോടുള്ള പ്രതിബദ്ധതയുണ്ട്. അത് ആരുടെയെങ്കിലും മുമ്പിൽ അടിയറ വെക്കാനുള്ളതല്ല. അവസാന ശ്വാസം വരെ നിങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ചവർ നിങ്ങൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് നടന്ന ഒരു കുഞ്ഞാണ്, ഒരു ചെറുപ്പക്കാരനാണ് ഇന്ന് മരിച്ചുപോയത്. അങ്ങനെ എത്ര പേര് മരിച്ചു പോകുന്നുണ്ട്. അവരുടെ പ്രതീക്ഷകൾ എന്താണ്? അത് സാക്ഷാത്കരിക്കാനാവണം. ഈ പോരാട്ടത്തിൽ ചങ്കുറപ്പിച്ച് നെഞ്ചുറപ്പിച്ച് നിങ്ങൾ ഉണ്ടാകണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട്, അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ജയ് ഹിന്ദ്.